ഇത് ശരിക്കും ഒരു എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് മറ്റേ വൈറലായിട്ടുണ്ടായിരുന്ന ഡോണറ്റ് ബേസിലെ അത് തന്നെയായിരുന്നു. പിന്നീട് ഞാൻ ആലോചിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത്ര ഹെവി സാധനം പിടിക്കണം, ആദ്യമായിട്ടാണ് ഇതിലൊരു പരീക്ഷണം ചെയ്യുന്നത്, എന്തെങ്കിലും ചെറുത് കയറി പിടിക്കാമെന്ന്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് അയച്ചു തന്നിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇത് തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. വളരെ ബുദ്ധിപരമായിട്ടാണ് ഞാൻ ഓരോ പ്രോസസ്സും ഇതിൻ്റെ അച്ചുണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് ഞാൻ കടന്നത്. വളരെ സീൽഡും സെക്യൂർ ആയിട്ടാണ് ഞാൻ വെച്ചത്, കാരണം ലീക്കായി പോകരുത് എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിപരമായി ചെയ്തുവെങ്കിലും അവസാനം ഞാനൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. അതിന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ബുദ്ധിപരമായ മണ്ടത്തരം ഞാൻ ചെയ്തത്. പിന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്തത് അളവിൽ ചെറുതായിട്ടൊരു പണി കിട്ടി, കാരണം എനിക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഒഴിക്കണമെന്ന് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒഴിച്ച് വന്നപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കട്ടയായി തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഒഴിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ഓവർനൈറ്റ് മൊത്തം വെച്ചിട്ടും എനിക്കിത് മൊത്തത്തിൽ ഉണങ്ങി കിട്ടുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മോർണിംഗ് എണീറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ മുഖത്തൊരു ക്രാക്കും. അപ്പോൾ തന്നെ എൻ്റെ ചങ്കങ്ങട് പിളർന്നു പോയി, കാരണം എനിക്കിത് ഒത്തിരി ആഗ്രഹിച്ച് ചെയ്തിട്ടൊരു വർക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ മോൾഡ് ഞാൻ പൊട്ടിക്കണോ അതോ പൊട്ടിച്ച് കഴിഞ്ഞത് 2-3 പീസായിട്ട് വരുന്നൊരു പേടി എനിക്കുണ്ട്. അത് പൊട്ടിക്കണോ അതോ ഇതിൻ്റെ മേലെ ഒന്നും കൂടെ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ച് ഒന്നും കൂടെ സെറ്റാക്കാൻ വേണ്ടി വെക്കണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്.